വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 7th മന്തിൻ്റെ സ്കാനിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പത്തെ ഏതോ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 7th മന്തിൻ്റെ സ്കാനിങ് കഴിഞ്ഞോ, ഇനി എന്നാ സ്കാനിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി 5th മന്തിൽ സ്കാനിങ്ങിന് പോയപ്പോഴും അതുപോലെ 6th മന്തിലെ ചെക്കപ്പിന് പോയപ്പോഴൊക്കെ നമ്മൾ ഓരോരോ വ്ളോഗായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതും ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ കണ്ടോക്കാം കേട്ടോ. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് നമ്മളൊന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക, നമ്മുടെ എല്ലാ ഫയൽസും കാര്യങ്ങളും എല്ലാം എടുത്തില്ലേ, അതുപോലെ ഇനി എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ലേ എന്നുള്ളതൊന്നും കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കണത്. ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്കാനിങ്ങിനല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെ ബാഗൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓട്ടോയിലാണ് പോണത്. കാരണം എനിക്ക് ഈ ഹോസ്പിറ്റലിൽ പോണത് 26-ാം തീയതിയാണ്. അപ്പോൾ അതിന് 25-ാം തീയതി എനിക്ക് ചെറിയ ക്ഷീണവും വയറ് വേദനയും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓട്ടോയിൽ പോകുന്നത് വെച്ച്, പിന്നെ റോഡ് പണി നടക്കണോണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഓട്ടോയിൽ തന്നെ പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഓട്ടോയിലാണ് കേട്ടോ പോണത്. പിന്നെന്താ 24-ാം തീയതി നമ്മൾ ഷുഗർ ടെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഇന്ന് അതിൻ്റെ റിസൾട്ട് ആദ്യം കളക്ട് ചെയ്ത് പിന്നെ സ്കാനിങ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഈ ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിക്കുന്നത്, ജ്യോതി മാഡത്തിന്. അപ്പം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ അവിടെ നിന്ന് റിസപ്ഷൻ്റെ ടോക്കണൊക്കെ എടുത്തതിന് ശേഷം, ഇവിടെ നമ്മൾ റിസപ്ഷൻ ടോക്കൺ എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഡോക്ടർക്കുള്ള ഫീസ് അടച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ എത്രയോ ദിവസത്തിനുള്ളിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരു 10-15 ദിവസം വരെ നമുക്ക് കാണാം. അതല്ല 1 മന്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കാർഡ് റിന്യൂ ചെയ്യണം കേട്ടോ. അപ്പം അമ്മ അത് റിന്യൂ ചെയ്ത് അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ഫാർമസി അല്ല, ലബോറട്ടറിയിൽ പോയിട്ട് നമുക്ക് ബില്ല് മേടിക്കാനായിട്ട്. അപ്പം ബില്ലല്ല കേട്ടോ, റിസൾട്ട് മേടിക്കാനായിട്ട്. ഫുള്ള് തെറ്റാണല്ലോ പറയുന്നത്. അപ്പോൾ റിസൾട്ട് നമ്മൾ 24th ബ്ലഡും കാര്യങ്ങളൊക്കെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ടെസ്റ്റിൻ്റെ റിസൾട്ടും സ്കാനിങ് കഴിഞ്ഞ് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് ഒരുമിച്ച് ഇന്ന് ഡോക്ടറെ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ 24-ാം തീയതി വന്ന് ചെയ്തു പോയി, അല്ലെങ്കിൽ ഭയങ്കര തിരക്കും ലാഗും ഒക്കെ ആവും. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 24-ാം തീയതി. അങ്ങനെ അതൊക്കെ മേടിച്ചതിന് ശേഷം ഇനി സ്കാനിങ്ങിന് പോകാണ് കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൻ്റെ അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. ഇവിടുത്തെ ലിഫ്റ്റിൻ്റെ അവിടെ കുറച്ച് നേരം നിന്നാലാണ് ഇത് തുറക്കുള്ളൂ. കുറച്ചധികം, അതായത് 2 ലിഫ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് വെയിറ്റിംഗ് ടൈം കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങനെ നിന്നു. ഇനിയിപ്പോൾ ഇന്ന് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പ്ലാസിൻ്റെ പോസ്റ്റീരിയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പൊസിഷൻ നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് 7th മന്തിൽ സ്കാനിങ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബേബിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് 5th നമ്മൾ ലാസ്റ്റ് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 5th സ്കാൻ ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ നമ്മൾ സ്കാൻ ചെയ്യാനായിട്ട് എഗെയിൻ പോണത്. അപ്പോൾ ഈ സെക്കൻഡ് ഫ്ലോറിലാണ് മെട്രോ ഹോസ്പിറ്റലിൽ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ 2nd ഫ്ലോറിലെത്തിയിട്ട് ഞങ്ങൾ ശാന്തിനി വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ് എനിക്ക് സ്കാനിങ് ചെയ്യണത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10:30, 11 o'clock ആയിട്ടുള്ളൂ. ഡോക്ടർ എന്തായാലും വരുമ്പോൾ 11:30 ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നേരം നമ്മളവിടെ ഇരിക്കേണ്ടി വരും കേട്ടോ. പക്ഷേ നമ്മൾ നേരത്തെ വന്നുകൊണ്ട് സ്കാനിങ് നമ്മുടെ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഫോം തരും ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട്. അതായത് ബേബിയുടെ ജെൻഡറും കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു ഫോം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്കാനിങ് ഒക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിൽ കയറണതോ അതിന് പോണതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്കാനിങ്ങിൻ്റെ ബില്ല് അടച്ചതിന് ശേഷം വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ അവർ നമുക്ക് സ്കാനിൻ്റെ റിസൾട്ട് തരും കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കാണിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശന്നൊക്കെ തുടങ്ങി. കാരണം 10 മണി 9:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 1 മണി ആവാറായി. ഇപ്പോൾ ഡോക്ടറുടെ അവിടേക്ക് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് ഇന്ന്. കാരണം സ്കാനിങ്ങിനുള്ളവരും സ്കാനിങ് ഇല്ലാത്തവരും എല്ലാവരും ഇന്ന് വരും. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പോസ്റ്റായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായി, വയ്യാണ്ടായി. കുറേ നേരമായല്ലോ ഇരിക്കണു. അപ്പോൾ കുറേ പേരുണ്ട് കേട്ടോ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ടൈം എടുത്തിട്ടാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ ഡോക്ടർക്ക് എന്തെങ്കിലും എമർജൻസി ലേബർ റൂമിൽ വന്നു കഴിഞ്ഞാൽ ആൾ അങ്ങോട്ട് പോകും. അപ്പോൾ കുറച്ച് ലാഗ് അതിൽ വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫാർമസിയിൽ പോയി മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ.
അപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് കാഷ്വാലിറ്റിയിലൊക്കെ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് മെഡിസിൻ കളക്ട് ചെയ്തിട്ട് വേണം ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതിനൊരു ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇത് മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഫാർമസിയിൽ പോയിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വേണം വീട്ടിൽ പോകാൻ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്ലാസിൻ്റെ ഇപ്പോഴും പോസ്റ്റീരിയർ ആണ്, അത് തിരിഞ്ഞ് വന്നിട്ടൊന്നുമില്ല, താഴെ തന്നെയാണെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, താഴേക്ക് വരുമെന്ന് നോക്കാം എന്ന് പറഞ്ഞു. 32 വീക്സിലാണ് അടുത്ത സ്കാൻ ഉള്ളത്. അതിന് മുന്നേ 10th വന്നിട്ട് ജസ്റ്റ് ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെക്കപ്പ് പോലെ. അതല്ലാതെ പിന്നെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബേബിയുടെ വെയിറ്റൊക്കെ അത്യാവശ്യം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. 1 kg 373 സംതിങ് അങ്ങോട്ടാണ് ബേബിയുടെ വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊന്നും കഴിക്കാനായിട്ട് തോന്നണില്ല, വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കണം എന്ന് ഭയങ്കര ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ നമുക്ക് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ തിരിച്ച് ഞങ്ങളിതാ ഇവിടെ നിന്ന് ഓട്ടോയിൽ കയറി ഇത് നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 7th മന്തിൽ എന്താ പറയുക സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഡോക്യുമെൻറ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.